ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിതാ ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. അതെന്താണെന്നല്ലേ, അതെ, നമ്മുടെ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാം പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ആ പരീക്ഷയുടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കുമെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, കട്ട് ഓഫ് എത്ര വരും എന്നുള്ളതല്ലേ. അത് ഞാനൊരിക്കലും കട്ട് ഓഫ് പറഞ്ഞ് നമ്മളെ എന്താ പറയുക, നമ്മളൊരു ഫോക്കസ് ചെയ്ത് നമ്മളെ ഏറി കയറ്റാനായിട്ട് ചില നല്ല നടപ്പുകാരൊക്കെ ഉണ്ട്. അവർക്കുള്ള മറുപടി ഞാൻ വേറെ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഞാനല്ല, ഇത് നമ്മുടെ പലരും പല ചാനലുകൾ സെർച്ച് ചെയ്ത് ഈ ചാനൽ എത്രയാണ്, അല്ലെങ്കിൽ ആ സാർ എത്ര പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ചാനൽ എത്ര പറഞ്ഞു എന്നൊക്കെ പലരും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനൽസും പ്രമുഖ ആപ്പുകളും അല്ലേ, അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ നമുക്കിപ്പോൾ. അങ്ങനെ അവർ പറഞ്ഞതൊക്കെ എത്രയാണ് നമ്മുടെ കട്ട് ഓഫ്, അപ്പം മിനിമം എത്ര മുതൽ മാക്സിമം എത്ര വരെ വരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു 8 ചാനലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് മെയിൻ എന്ന് തോന്നിയത്, ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനലുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് നമ്മളിതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ചാനലുകൾ, അതായത് നമ്മുടെ സൈലം, അഡ 24/7, ലക്ഷ്യ, ഭാസിസ് അക്കാഡമി അല്ലേ, അങ്ങനെ തുടങ്ങുന്ന ഒരു 8 പ്രമുഖ ചാനലുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ചാനൽ പറയുന്ന കട്ട് ഓഫ് എത്രയാണ്, മിനിമം എത്രയാണ്, മാക്സിമം എത്രയാണ്, ഫൈനലി അതിൽ നിന്ന് നമ്മളൊന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് എത്ര വരാം, അവരുടെ മിനിമം എത്രയാണ്, എല്ലാവരുടെ മാക്സിമം എത്ര വരാം, ഏതാണ് സേഫ് സോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരുടെയും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഓരോ ചാനലുകളുടെയും കട്ട് ഓഫ് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന LDC LGS എക്സാമുകൾക്ക് വേണ്ടിയുള്ള SCRT ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം അത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ ചാനലുകൾ എത്രയൊക്കെയാണ് സേഫ് സോൺ, എത്രയൊക്കെയാണ് കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യം നോക്കുന്നത് അഡ 24/7 എന്ന് പറയുന്നൊരു ചാനലാണ്. ആ ഒരു ക്ലാസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ നൽകുന്ന ഒരു ചാനലാണ്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ചാനൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല. നമ്മൾ പല ചാനലുകൾ കാണുക. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എക്സാമിന് വേണ്ടി കിട്ടുന്നത്, എന്തായാലും നമ്മൾ സമയം മൊബൈലിൽ കളയുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചില സബ്ജക്റ്റുകളിൽ ചില ചാനലുകളൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, എനിവേ അത് വിട്. അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചാനൽ നിങ്ങൾ നോക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അഡ 24/7 അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ അല്ലേ, യൂണിവേഴ്സിറ്റി LGS മെയിൻസിൻ്റെ കട്ട് ഓഫ്, അതായത് ഒരു സേഫ് സോണായിട്ട് അവർ പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 70 മുതൽ 75 വരെയാണ്. അതായത് കട്ട് ഓഫ് വരാൻ സാധ്യത അഡ 24/7 ടീം പറയുന്നത് 70 മുതൽ 75 വരെയാണ്. അതിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു സേഫ് സോൺ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ലിസ്റ്റിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് കുറയാനും അതുപോലെ തന്നെ കട്ട് ഓഫ് കൂടാനും ഒക്കെ സാധ്യത. പക്ഷേ അവരുടെ ഒരു രീതി ഒരു വലിയ മോശമല്ലാത്ത രീതി തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരുപാട് താഴെയും പോയിട്ടില്ല, ഒരുപാട് മുകളിലും വന്നില്ല. ഒരു 70-75 നല്ലൊരു പ്രഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ അഡ 24/7 പ്രഡിക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാനൽ എന്താണ് പ്രഡിക്റ്റ് ചെയ്തേക്കെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടീം ലക്ഷ്യ ഏതാണെന്ന് നോക്കാം. ടീം ലക്ഷ്യ അല്ലേ, ടീം ലക്ഷ്യം അഡ 24/7 തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. അവരും പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 70-75 സേഫ് സോണ്. പക്ഷേ എല്ലാവരും ഒരു ബാക്കപ്പ് പോലെ പറയുന്നുണ്ട്, ലിസ്റ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ലിസ്റ്റിൽ പരമാവധി എത്ര പേര് ഉൾപ്പെടുത്തുന്നത് കട്ട് ഓഫ് കുറയാനും, അതുപോലെ തന്നെ എണ്ണത്തിൽ കുറവ് വരികയാണെങ്കിൽ കട്ട് ഓഫ് ഈ പറഞ്ഞ് ചിലപ്പോൾ 75 + 80 വരെ പോകാം എന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത്. എന്നാലും ആവറേജ് അവരും പറയുന്നത് എത്ര തന്നെയാണ്, 70-നും 75-നും ഇടയ്ക്ക് തന്നെയാണെന്നാണ് നമ്മുടെ ടീം ലക്ഷ്യം പറയുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് വലിയ മോശമല്ലാത്ത കട്ട് ഓഫ് പ്രഡിക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാമതായി നിൽക്കുന്ന നമ്മുടെ മൻസൂർ അലി സാർ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് പ്രഡിക്ഷൻ എത്രയാണെന്ന് നോക്കാം. സൈലത്തിൻ്റെ കട്ട് ഓഫിലേക്ക് പോകാം അല്ലേ. ഇപ്പോൾ PSC പഠിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് സൈലം ടീം തന്നെയാണെന്ന് തോന്നുന്നു. മൻസൂർ അലി സാർ, ജെറിൻ സാർ തുടങ്ങിയ വൻ നിര ടീമുകൾ തന്നെയാണ് അതിൽ അണിനിരുന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പം സൈലന്റ് ടീം, അതായത് നമ്മുടെ മൻസൂർ അലി സാറ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ആ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തതിനു ശേഷം പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും സ്റ്റാർട്ടിങ് 70 തന്നെയാണ്, എന്നാൽ 70-നും 80-നും ഇടയ്ക്കാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 70-75 അല്ല. സൈലം ടീമിലെ മൻസൂർ അലി സാറിൻ്റെ കാൽക്കുലേഷനിൽ എത്രയാണ്, 70 മുതൽ 80 വരെ ഉണ്ടാകാം കട്ട് ഓഫ് എന്ന് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മാക്സിമം ഇപ്പോൾ പറഞ്ഞതിനകത്ത് 70 മിനിമം നിൽക്കുന്നത്, 80 മാക്സിമത്തിലേക്ക്. എന്നാലും കുഴപ്പമില്ല, ഒരു ആവറേജ് എല്ലാവർക്കും ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് അല്ലേ, നെഗറ്റീവ് കുറേ പേർക്ക് നെഗറ്റീവ് ആയതുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വന്നു. നമുക്കൊരു 23 അല്ലേ, 23ഓളം എന്തുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായതുകൊണ്ട്
ഈ 23 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വായിക്കുമ്പോൾ കൺഫ്യൂസ് ആവുന്നത് കൊണ്ട് നമുക്ക് നെഗറ്റീവ് കുറേ വന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിരുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ 85, 90, 95 വാങ്ങാൻ കഴിയും. പക്ഷേ നമ്മൾ എക്സാം ഹാളിലാകുമ്പോൾ ആ ഒരു പ്രഷറിൽ നമുക്ക് മൈനസ് അടിക്കും. എന്തായാലും കുഴപ്പമില്ല. സൈലത്തിൻ്റെ കട്ട് ഓഫ് വലിയ അങ്ങനെ ഒരുപാട് താഴ്ചയിലേക്കും ഒരുപാട് ഉയർന്നും പോയിട്ടില്ല. 70-80 അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്തത് നമ്മുടെ ബാസിസ് അക്കാഡമിയിലെ സാറാണ്. അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ നോക്കാം. അപ്പോൾ ബാസിസ് അക്കാഡമി നമ്മുടെ കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ അതിന് മുമ്പും പിൻപും ഒക്കെയുള്ള ഒരു എക്സാമിനൊക്കെ ഒരു പറഞ്ഞ കട്ട് ഓഫിൽ വെച്ചിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമായി വന്ന കട്ട് ഓഫ് ഇദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. ഈ ബാസിസ് അക്കാഡമിയിലെ സാറിൻ്റെ കട്ട് ഓഫും എന്ത് തന്നെയാണ്, നമ്മുടെ മൻസൂർ അലി സാറിൻ്റെ കട്ട് ഓഫിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. 70 മുതൽ 80 വരെയാണ് അദ്ദേഹം പറയുന്നത്. 80+ ഒക്കെ ഉള്ളവരാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ജോലി എന്തായാലും ഉറപ്പിച്ചോളൂ. കാരണം അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്, എന്താണ് ലിസ്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു പക്ഷേ 3000, 3500, 4000, 5000 വരെയൊക്കെ ലിസ്റ്റ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഇനിയും താഴാം. അപ്പോൾ 5000 ലിസ്റ്റ് ഇടുമോ എന്ന് ചോദ്യം. 5000 ലിസ്റ്റ് ഇടാനുള്ള കാരണം എന്താ? ഇനി നമ്മുടെ ഇതിന് തൊട്ട് പുറകെ തന്നെ എന്തുണ്ട്, വേരിയസ് LGS ഉണ്ട് അല്ലേ, LD ഉണ്ട്. ഈ പറഞ്ഞ രണ്ടും ഈ പറഞ്ഞ ഡിഗ്രി ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് ആദ്യ റാങ്ക് വാങ്ങുന്നവരൊക്കെ തന്നെ ആയിരിക്കും LGSൽ LDയിലും ഉണ്ടാകുന്നത്. സ്വന്തം ജില്ലയിൽ അപേക്ഷിച്ചിട്ട് അവർക്ക് LGSോ LDയോ സ്വന്തം ജില്ലയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി LGSൽ ജോയിൻ ചെയ്താൽ കൂടെ അവർ അത് വിട്ടു വരില്ലേ? അല്ലെങ്കിൽ അതിൽ അത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ NJD വരാനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ 70-80 അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എണ്ണം അനുസരിച്ച് ഇത് കുറയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 80 കൂടി പോയില്ല, 70 കുറഞ്ഞ് നിൽക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷനിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു LDC LGS 2027 എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ SCRT ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂ മറ്റു കാര്യങ്ങളായിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ചവിട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ക്ലാസ് കണ്ടിന്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് ഒരു വലിയൊരു പ്രചോദനം തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിനി അടുത്ത് പോകുന്നത് ഏതാണ്? 1-ാം നമ്പറിൽ തന്നെ അല്ലേ, നമ്മുടെ ഈ പറഞ്ഞ സൈലത്തിനോടും ഒക്കെ 1-ാം നമ്പറിൽ തന്നെ ഇപ്പോൾ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് എൻട്രിയിലെ പ്രഡിക്ഷൻ എന്താണെന്ന് നോക്കാം. എൻട്രിയിലെ പ്രഡിക്ഷനാണ് നമുക്ക് അല്ലേ കുറച്ച് അധികം നെഗറ്റീവ് അടിച്ചവർക്ക് ഒന്നും കൂടെ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് എൻട്രിയിൽ സുജേഷ് സാറിൻ്റെ പ്രഡിക്ഷൻ തന്നിരിക്കുന്നത്. അത് ഒരുപാട് അങ്ങനെ താഴെയല്ല, എന്നാൽ കൂടെ 68 മുതൽ 75 വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷനിൽ യൂണിവേഴ്സിറ്റി LGS മെയിൻസിൻ്റെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലിസ്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു 72 കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ബാക്കപ്പിന് വേണ്ടി 68 മുതൽ 75 വരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻട്രിയും വലിയ മോശമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട രീതിയിലുള്ള കട്ട് ഓഫ് ഒന്നുമല്ല പറയുന്നത്. എല്ലാവരും ഒരു 75 തന്നെയാണ് ചവിട്ടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത PSCG അക്കാഡമി എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അദ്ദേഹത്തിൻ്റെ നോക്കാം. അപ്പോൾ PSCG അക്കാഡമിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് എത്രയാണ്? അദ്ദേഹം കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമൊന്നുമില്ല. അദ്ദേഹം പറയുന്നു 76 ആവും കട്ട് ഓഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ബാക്കപ്പിന് എല്ലാവരും പറയുന്ന പോലെ ലിസ്റ്റിൻ്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാൽ അദ്ദേഹം 76 തന്നെയാണ് ഉറപ്പിച്ച് നിൽക്കുന്നത്. അതും നമുക്ക് നല്ല ഒരു എന്താ പറയുക, എക്സാം ഒരു 10 മാർക്കൊക്കെ ഒന്ന് നെഗറ്റീവ് അടിച്ച് പോയവർക്ക് അല്ലേ, ഒരു 90 എണ്ണമൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു 10 മാർക്ക് നെഗറ്റീവ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയവർക്കും എന്താണ് ഒരു പ്രതീക്ഷയ്ക്ക് വക തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 76 മാർക്ക് അത്ര മോശമല്ലാത്ത, അല്ലെങ്കിൽ അത്ര ഹൈയിൽ നിൽക്കുന്ന ഒരു മാർക്കല്ല. എന്നാലും 76 അദ്ദേഹത്തിന് പ്രഡിക്ഷൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതിൽ രണ്ടിലും വന്ന കട്ട് ഓഫ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ മക്കളെ തൊഴിൽ വീതി ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു 23 നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺഫ്യൂസിങ് ആവും ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു. എന്നാൽ ശരാശരി നിലവാരം പുലർത്തി, അതായത് യൂണിവേഴ്സിറ്റി LGSൻ്റെ നമ്മുടെ സിലബസിനോട് മാന്യത പുലർത്തിക്കൊണ്ട് നടന്ന എക്സാമാണ് എന്നൊക്കെയാണ് തൊഴിൽ വീതിയുടെ കട്ട് ഓഫും എത്ര തന്നെയാണ് മക്കളെ? 72 മുതൽ 80 വരെയാണ്. വീണ്ടും 80 കടന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ 70 താഴെ ഒരാൾ മാത്രം അല്ലേ, നമ്മുടെ എൻട്രി ടീം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരും എത്ര തന്നെയാണ് നിൽക്കുന്നത്? 72 മുതൽ 80 വരെയാണ് നമ്മുടെ തൊഴിൽ വീതിക്കാരൻ നിൽക്കുന്നത്. ഇനി തൊഴിൽ വാർത്തയിലൊന്ന് പോയാലോ? ഇനി തൊഴിൽ വാർത്തക്കാർ എത്ര പറഞ്ഞിരിക്കുന്നത് നോക്കണ്ടേ? തൊഴിൽ വാർത്ത എത്ര പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ തൊഴിൽ വാർത്ത എത്രയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവരും തൊഴിൽ വീതിക്കാർ പറഞ്ഞതുപോലെ തന്നെ സിലബസിനോട് തന്നെ മാന്യത പുലർത്തിക്കൊണ്ട് ചെയ്തൊരു എക്സാമാണ്. 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തന്നെ ഒരു നിലവാരത്തിൽ ചോദിച്ച ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും കൊടുത്തിരിക്കുന്നത്. അവരുടെയും പ്രഡിക്ഷൻ എത്ര തന്നെയാണ്? 70 മുതൽ 80 വരെയാണ് അവരും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 70 മുതൽ 80 വരെയാണ് തൊഴിൽ വാർത്തക്കാരും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നോക്കിയതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ
എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് ക്ലാസ്സുകൾ, കുറച്ച് ചാനലുകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽവാർത്തയും തൊഴിൽവീതി എടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനലുകൾ എനിക്ക് കാണാൻ കിട്ടാൻ അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റാത്ത വേറെ കുറേ ചാനലുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ചാനലും ആ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് കാണുമ്പോഴെങ്കിലും നമുക്കൊരു നമ്മൾ ആ ഒരു സ്കോർ ചെയ്ത മാർക്കിനോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ഞാൻ ലിസ്റ്റിലുണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി ഇനി വരുന്ന LGS വേരിയസ് അതുപോലെ തന്നെ LDCക്ക് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. നമ്മളൊരു ടെൻഷൻ അടിച്ച് ഇപ്പോൾ ഒരു 75-76 മാർക്ക് വാങ്ങിയ ഒരാൾക്കൊരു എല്ലാവരും 70-80ഒക്കെയാണ്, ചിലപ്പോൾ 75-80 വന്നാലോ ഒരു ചെറിയൊരു കൺഫ്യൂസിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും ഇല്ലേ. ചിലപ്പോൾ ഒരു 68, 69, 70 വാങ്ങിയവരൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും, 70 ആയിരിക്കുമോ. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ 80+ സ്കോർ ചെയ്തവരൊക്കെ എന്താണ്, ഹാപ്പിയാണ് അല്ലേ. ഞാൻ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക അവർക്ക്. കാരണം ഈ പറഞ്ഞൊരു പ്രഡിക്ഷനിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും, എല്ലാവരും 80 കൂടുതൽ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരിത്രയും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 8 പേരുടെ എടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ ഇവരുടെ മാക്സിമം മിനിമം ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു കട്ട് ഓഫിൻ്റെ ഒരു പ്രഡിക്ഷൻ നമുക്കും കൂടെ ചെയ്താലോ. മക്കളിങ്ങനെ 6 ചാനലുകളും തൊഴിൽവാർത്തയും തൊഴിൽവീതിയും കൊടുത്ത് 8 പ്രമുഖരായ 8 പേരെയാണ് കട്ട് ഓഫ് പ്രവചനം നടത്തിയത്. അതിൽ ഏറ്റവും കുറവിൽ തുടങ്ങിയിരിക്കുന്നത് 68 ഏറ്റവും കുറവ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് എങ്ങനെയാണ്, 3 പേരാണ് 3 ചാനലുകൾ ഞാൻ പറഞ്ഞിരുന്നു, അത് 80 വരെയാണ് പോയിരിക്കുന്നത്. സോ ഇനി ഇത്രയും പേര് പ്രഡിക്റ്റ് ചെയ്തെടുത്ത് ഞാനിനി ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു 68 മുതൽ 80 വരെയാണ് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 68 താഴെയുള്ളവർ, അല്ലെങ്കിൽ 68 ആയിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ഞാനല്ല, മറ്റ് വലിയ ചാനലുകാരും വലിയ സാർമാരും ഒക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 68 താഴെയുള്ളവർ, അല്ലെങ്കിൽ 68, 70 താഴെയുള്ളവരൊക്കെ നല്ല രീതിയിൽ അടുത്ത LGSനും LDCക്കും വേണ്ടി പഠിച്ചു തുടങ്ങുക. 80 എന്ന് പറഞ്ഞിട്ട് എനിക്ക് 80 ഉണ്ട്, ഞാൻ സേഫ് സോണിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 200ഓളം വേക്കൻസിയാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ലിസ്റ്റ് വരുന്ന സമയത്ത് 200 മാത്രമാണെങ്കിൽ അവരൊരു 500-600 പേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 80-85+ പോകാൻ സാധ്യത ഉണ്ടാവാം അല്ലേ. സോ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ഇനി വരുന്ന എക്സാം ഇത് എഴുതി കഴിഞ്ഞു, ഇതിൻ്റെ കാലം കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ പറയാമല്ലേ, അതിൻ്റെ സമയം കഴിഞ്ഞു. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു. ആ ഒരു 1.25 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ അല്ലേ, 1.25 ഇപ്പോൾ 1.5 മണിക്കൂറാണ് നമ്മൾ എക്സാം ഉണ്ടായിരുന്നത്. ആ ഒരു 1.5 മണിക്കൂർ എന്താണ്, ആ ഒരു 1.5 മണിക്കൂർ നമുക്ക് തോന്നിയ ചിന്തകളാണ്. പലതും നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നല്ലോ, ഇതിൻ്റെ ആൻസർ ഇതായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇപ്പം 65, 68, 70 വാങ്ങിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരോട് ഞാൻ പറയാണ്, നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്കത് ഈ പറയുന്ന മാർക്ക്, അതായത് കട്ട് ഓഫ് പറഞ്ഞ മാക്സിമം മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമ്മളത്ര മോശമൊന്നുമല്ല. 4 ലക്ഷം പേര് എഴുതിയാൽ നമ്മൾ 50,000 പേരെന്ന് വെച്ചാൽ ഒരു 50% അല്ലേ, 55 മാർക്ക് വാങ്ങി. നമുക്കപ്പോൾ അതിൻ്റേതായ ബേസ് ഉണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാനുള്ളത് ഇത് പോട്ടെ, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഒരു ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന് ജോയിൻ ചെയ്യുന്നത് വരെ നമ്മൾ പഠനം തുടർന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ 85 വാങ്ങിയവനാണെങ്കിലും 65 വാങ്ങിയവനാണെങ്കിലും അങ്ങനെ തന്നെ തുടരുക. അപ്പം നമ്മൾ ഇനി വരുന്ന LDC LGS എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു മെയിൻസിൻ്റെ കട്ട് ഓഫ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ബേസ് ഉള്ളവർ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിനി തുടർന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി NCERT ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഒരു ശക്തമായ രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബായി തരിക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ സത്യസന്ധമായി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും എത്ര നമുക്ക് തന്നെ ഒരു പ്രഡിക്ഷനിൽ എത്താൻ പറ്റും. സോ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. തുടർന്നും അടുത്ത നല്ലൊരു ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ വീണ്ടും പറയുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.